കൊച്ചിയിൽ നിന്ന് നമുക്ക് ഗോരഖ്പൂരിലേക്ക് എത്താനായിട്ട് നമുക്ക് ചിലവായത് 1000 രൂപയാണ്. അതുപോലെ ഗോരഖ്പൂരിൽ നിന്ന് നമുക്ക് നേപ്പാൾ ബോർഡറിൽ എത്താനായിട്ട് ചിലവായത് 150 രൂപയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഗോരഖ്പൂരാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഗോരഖ്പൂരിൽ നിന്ന് ഇന്ത്യൻ ബോർഡർ വഴി നേപ്പാളിലേക്ക് കടക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് സൊണോലിയിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂർ ബസ് യാത്രയുണ്ട് സൊണോലിയിലേക്ക്. 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നേപ്പാൾ പോകാൻ പറ്റുന്ന ഒരു ബോർഡർ, ലാൻഡ് ബോർഡറാണ് സൊണോലി ബോർഡർ. ഈ സൊണോലി ബോർഡറിൽ നിന്നാണ് നമുക്ക് നടന്ന് ക്രോസ് ചെയ്ത് നമുക്ക് നേപ്പാളിൽ പോകാൻ പറ്റുക. ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ആധാർ കാർഡ് മാത്രമാണ്. ദിവസേന ഒത്തിരി പേരാണ് നമ്മുടെ നേപ്പാളും ഇന്ത്യ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നത്. നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നേപ്പാൾ സിമ്മാണ്. നമുക്ക് നേപ്പാൾ സിം എടുക്കാനായിട്ട് നമുക്ക് ആകെ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 400 നേപ്പാളി മാത്രമാണ് വരുന്നത്. ഇത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇന്ത്യൻ റുപ്പി കൊടുത്ത് നേപ്പാളി കറൻസി ആക്കണം. സോ നമുക്ക് 1.60 റേഷ്യോയിലാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ ഉള്ളത്. സോ നമ്മളൊരു 10,000 രൂപ ഇന്ത്യൻ റുപ്പി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 16,000 രൂപ നമുക്ക് നേപ്പാളി റുപ്പീസായിട്ട് കിട്ടും. നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് പൊക്രയിലോട്ടാണ്. അപ്പോൾ പൊക്ര എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾ ഫോളോ ചെയ്താൽ മതി.